നല്ല രസമുണ്ട് കാണാൻ. എന്തോ അതിൽ അത്ഭുതം ഒന്നും തോന്നുന്നില്ല അല്ലേ? നിങ്ങൾ എപ്പോഴും നല്ല ചെത്തായിട്ടല്ലോ. അതെ അതെ, ഞാനും വി എന്ന് ഉദ്ദേശം വി അങ്ങനെയാണോ ഹരിച്ചേട്ടാ? ആ കുഴപ്പമില്ല. നിനക്ക് എപ്പോഴും ഞങ്ങൾ ചാൻസ് തരുന്നല്ലോ, നീ എടുത്തോ. ഇന്ന് തുടക്കം ആദ്യത്തെ നല്ല ഭംഗിയുണ്ട്. താങ്ക് യു ഷാനിക്ക. അപ്പോ ഇന്ന് നമുക്കൊരു ഗസ്റ്റും കൂടെ വരുന്നുണ്ട്. തീർച്ചയായും ഓരോ തവണ പറയുമ്പോഴും നമുക്ക് പേടിയാണ്. എനിക്കിപ്പോ വല്ലാത്തൊരു പേടിയുണ്ട്. ആരാണ് വരുന്നത്? അതെ, എപ്പോഴും പണി കിട്ടാണല്ലോ. ശരത് സാർ ഒന്ന് കുറെ പണിയൊക്കെ തന്നു പോയി. പക്ഷേ അടിപൊളി എപ്പിസോഡ്സ് ആയിരുന്നു ശരത് സാർ ഉണ്ടായിരുന്നപ്പോ. തീർച്ചയായും വളരെ മെമ്മറബിൾ ആയിട്ടുള്ള എപ്പിസോഡ്സ് ആണ്. യെസ്, അപ്പൊ എന്തായാലും അതുപോലെ തന്നെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഗസ്റ്റിനെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നല്ല, ഉറപ്പായിട്ടും അറിയണ്ടേ നമുക്ക്. തീർച്ചയായും. അപ്പൊ നിങ്ങൾ ആദ്യം സീറ്റിലേക്ക് വെക്കോ. ഓക്കെ, പറഞ്ഞു വിടുന്ന ചെല്ല്. വിലയൊന്നും ഇല്ല. Let's go. വിളിക്കട്ടെ? എനിക്കൊന്ന് സംഗീതത്തിൽ ഒരു പുലിയാണ്, പ്രത്യേകിച്ച് കർണാട്ടിക് മ്യൂസിക്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആളെ. ഭയങ്കര എനർജറ്റിക് ആണ്, ഭയങ്കര പോസിറ്റീവ് ആണ്, കാണുമ്പോ തന്നെ ഭയങ്കര ഒരു ഐശ്വര്യമാണ്. അപ്പൊ ഞാൻ വിളിക്കട്ടെ? നമ്മുടെ സ്വന്തം വിന്നി ചേച്ചിയാണ്, വിന്നി കൃഷ്ണകുമാർ. വെൽക്കം വിന്നി ചേച്ചി. ചേച്ചി വന്നോടനെ നമസ്കാരം. നമസ്കാരം. നമസ്കാരം ഷാൻ, നമസ്കാരം ഹരി. നമസ്കാരം ചേച്ചി. നമസ്കാരം. ഹരിയെ ശങ്കൂന്നാ വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ ഇനിയിപ്പോ ഹരിന്ന് വിളിക്കണം അല്ലേ? എങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല. മക്കളെ നമസ്കാരം. നമസ്കാരം ഗ്രേറ്റ് ഓർക്കസ്ട്ര. നമസ്കാരം. ഒരു പഠിക്ക ചേച്ചി പാർവതിയെക്കാളും കൂടുതൽ എനർജി എന്ന് ഞാൻ സംശയിക്കുന്നു. അതാ ഞാൻ ആദ്യമേ പറഞ്ഞു, ഭയങ്കര എനർജറ്റിക് ആണെന്ന്. അല്ല ഷാനും ഹരിയും വന്നപ്പോ ഇവിടെ ഒരു കുത്തിയില്ലേ ഇങ്ങനെ, ആ കുത്തൽ എനിക്കും വേണം. അയ്യോ, അതെ, ആ മ്യൂസിക് ഇട്ട് കൊടുത്ത് അല്ല, എനിക്ക് ഷാനിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ ഈ ജിമിക്കി കമ്മലി എന്നാണ് ഞാൻ ഒരുപാട്, എനിക്ക് തോന്നുന്നു കേരളം അല്ല ലോകം മുഴുവൻ ഷാനിനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പാടാൻ തുടങ്ങിയത് അല്ലേ? അതെന്നറിയാമോ, ഈ ജിമിക്കിക്ക് കൊട്ടേഷൻ എടുത്തിരിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് എല്ലാ കളക്ഷൻ, ജിമിക്കിയുടെ എല്ലാ വെറൈറ്റി കളക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ജിമിക്കിയെ കുറിച്ച് ആര് പാടിയാലും അതിലൊരു പാട്ട് വന്നാലും എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആ പാട്ടും ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല, അതിലൊരു വേറൊരു കണക്ഷൻ ഉണ്ട്. അതിന്റെ കൂടെ പാടിയിരിക്കുന്ന രഞ്ജിത്ത് ഉണ്ടല്ലോ, വിനീതിന്റെ കൂടെ പാടിയ നമ്മുടെ ശിഷ്യനാണ്. രഞ്ജിത്ത് ഉണ്ണി എന്റെ ശിഷ്യനാണ്. അവൻ ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോ പണ്ട് ആദ്യം എനിക്ക് മേടിച്ചു തന്നത് ഒരു ജിമിക്കയാണ്. അത് കഴിഞ്ഞ് അവൻ പിന്നെ അവനറിയാം എനിക്ക് ജിമിക്ക് ഇഷ്ടമാണ്. പിന്നെ അവന്റെ ഭാര്യയെ ലവ് ചെയ്തോണ്ടിരുന്നപ്പോ അവൾക്ക് മേടിച്ചു കൊടുത്തത് ജിമിക്കയാണ്. കല്യാണം കഴിഞ്ഞിട്ട് മേടിച്ചു കൊടുത്ത് ജിമിക്കൊക്കെ മേടിച്ചു കൊടുത്ത് കഴിഞ്ഞാണ് അവൻ ജിമിക്കി കമ്മല് പോയി പാടിയത്. ഇപ്പോഴും അവൻ ജിമിക്കി കമ്മലും കൊണ്ട് ജീവിച്ചോണ്ട് പോകുന്നു. അപ്പൊ എന്തായാലും ഈ ജിമിക്കി കമ്മലിനെ നമ്മൾ ഇത്ര നേരം പറഞ്ഞു, എല്ലാവർക്കും കൂടെ ആ പാട്ടൊന്ന് പാടി അങ്ങ് തുടങ്ങാം. ഓക്കെ, അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. എല്ലാവർക്കും കൂടെ പാടാം. ഒന്നിച്ച് പാടേണ്ട പാട്ടാണ് ജിമിക്കി കമ്മൽ. അതെ. ഇവിടൊരു ചാകരയും വേലകളിയും ഒത്തുവന്നപ്പോൾ ചിലരുടെ തോർത്തു കീറി പോയ കാര്യം ഓർത്തു പോകവേ അലകടൽ കാറ്റിനു നീ കാത് കുത്താൻ പാടുപെടേണ്ട സദാചര സേനാപതി വീര പടുകാമലോലുവ എന്റെ ജിമിക്കി കമ്മൽ എന്റെ പെൺ കെട്ടു പോയി എന്റെ പെണ്ണ് ബ്രാൻഡി കുപ്പി എന്റെ മാൻ കുടിച്ചു തെറ്റ് എന്റെ ജിമിക്കി കമ്മൽ എന്റെ പെൺ കെട്ടു പോയി എന്റെ പെണ്ണ് ബ്രാൻഡി കുപ്പി എന്റെ മാൻ കുടിച്ചു തെറ്റ് la 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 la
അപ്പൊ പിന്നെ ചേച്ചി നമുക്ക് തുടങ്ങാം. തുടങ്ങാന്നാ ഇതേ എനർജി കീപ്പ് ചെയ്തോ. ഞങ്ങൾക്ക് എല്ലാവർക്കും മൊത്തത്തിൽ energy പിന്നെ. അല്ലേ? അതെ പിന്നെ അതെ, വേണ്ടേ? അതെ. വരൂ വരൂ അപ്പൊ ചേച്ചി ഇതാ അപ്പൊ മക്കളെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാരും നന്നായി പാടും. ദീപ്തമീ